ആര് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും തനിക്ക് ആരെയും കാണണ്ട എന്നുള്ള തീരുമാനമെടുത്ത് ക്രിഷ് ഉറച്ചു നിൽക്കുകയാണ്. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ സുജ. ഇതോടെ ഞാൻ പോയി വിളിക്കാം അവനെ, എനിക്കാണ് അവനെ കാണേണ്ടത്, ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സുജ ഇതേ തുടർന്ന് നേരിട്ട് വരികയാണ് ഇപ്പോൾ ക്രിഷിനെ കാണാൻ. ക്രിഷ് ഇതോടെ മുഖം കാണിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും ക്രിഷിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്ന സുജ, അമ്മയെ കാണാതെ ഒഴിഞ്ഞു മാറിപ്പോകാൻ നിനക്ക് സാധിക്കുമോ? എനിക്ക് അതറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ക്രിഷ്, എൻ്റെ മുഖത്തു നോക്കി പറ എന്നെ കാണേണ്ടതില്ല എന്ന്. എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോകും. ഇനി ഒരിക്കലും നിന്നെ ശല്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് വരികയും ഇല്ല ക്രിഷ്. നീ പറ, അമ്മ പോണോ? ഇതോടെ ക്രിഷ് ആകെ തകർന്നു പോവുകയാണ്. മോനെ, അമ്മയുടെ അടുത്തേക്ക് വാ എന്ന് പറയുന്ന സുജയുടെ വാക്കുകൾ ക്രിഷിനെ സന്തോഷിപ്പിക്കുകയാണ്. ഇതോടെ ക്രിഷ് ഓടിയെത്തി കെട്ടിപ്പിടിക്കുന്നു ഇപ്പോൾ സുജയെ. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എല്ലാവരും. ഇത് കാണുന്ന സാഗറും കൃപയും ദേവ്ജിയും അതുപോലെ തന്നെ കൺമണിയും വളരെയധികം സന്തോഷിക്കുന്നു. അമ്മയും മകനും ഒരുമിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അവരുടെ മനസ്സിൽ. അതിപ്പോൾ നടന്നിരിക്കുന്നു. ഇതോടെ ഇനി എല്ലാ പ്രശ്നവും തീരും എന്ന് കരുതുമ്പോഴാണ് ഇപ്പോൾ മാനസയുടെ അപ്രതീക്ഷിതമായ ആ കടന്നുവരവ് ഉണ്ടാകുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.